ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. UDF ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ രാപ്പകൽ സമരം നടത്തി. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ സ്വാഗതവും A ബാലകൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷതയും വഹിച്ചു. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ബ്രിജേഷ് കുമാർ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഇതിനപ്പുറത്ത് വേറൊന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ ജീവിതം തന്നെ സമരത്തിലേക്ക് ഹോമിച്ചുകൊണ്ട് നൂറുകണക്കിന് വനിതകൾ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലാണ്. ആശാവർക്കർമാർ സമരം കേട്ടു. തലമുണ്ടനം ചെയ്തുകൊണ്ടുള്ള സമരം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ അവർ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒന്ന് അവരുടെ തലമുടിയാണ്. അത് മുണ്ടനം ചെയ്തുകൊണ്ട് സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യക്ക് തുല്യമാണ്. ഒരു സ്ത്രീ സ്വന്തം ആത്മഹത്യ ചെയ്യാൻ ഒരു സമരമാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 2 മാസമായിട്ടും ആ സമരത്തിൽ തിരിഞ്ഞു നോക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് മിഷനറി സംവിധാനം മുന്നോട്ട് വരുന്നില്ല. സമരക്കാരെ എല്ലാവരെയും പൂജിക്കുകയാണ്, സമരക്കാരെ പ്രതിരോധിക്കുകയാണ്, സമരമിരിക്കുന്ന സഹോദരിമാരെ വളരെ മോശമായി സമൂഹത്തിൽ ചിത്രീകരിക്കുകയാണ്. V കൃഷ്ണൻ മാസ്റ്റർ, കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ, DCC നിർവാഹക സമിതി അംഗം KK സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. UDF കൺവീനർ മൊയ്തു മൗലവി മക്കിയാട് മുഖ്യപ്രഭാഷണവും നടത്തി. സമാപന പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരണം നടത്തുന്ന പിണറായി വിജയൻ്റെ ഭരണപരാജയം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും പ്രത്യേകിച്ച് പഞ്ചായത്തിന് നൽകേണ്ടുന്ന പദ്ധതി വിഹിതം 40% വെട്ടിക്കുറച്ചുകൊണ്ട് ഗ്രാമീണ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന സർക്കാർ നടപടിക്കെതിരെയും അതുപോലെ തന്നെ കേരളത്തിൽ ആകമാനം നിലവിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെയും UDFന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ആകമാനം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ രാപ്പകൽ സമരം നടന്നു വരികയാണ്. ഈ രാപ്പകൽ സമരം കുറിച്ചുകൊണ്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയും ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കുന്ന ഭരണ പരാജയങ്ങളുടെയും കെടുകാര്യസ്ഥതകളെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ സമരത്തിന് വേണ്ടി സമരം ചെയ്യുക എന്ന പരിപാടിക്ക് വേണ്ടിയല്ലാതെ തന്നെ ജനങ്ങളെ ബാധിക്കുന്ന മുഖ്യമായ പ്രശ്നങ്ങളെ കേരള ജനതയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സമര ചരിത്രത്തിൻ്റെ ഭാഗമാണ് രാപ്പകൽ സമരം എന്ന പേരിൽ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.